സൗരയൂഥത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? സംശയമൊന്നും വേണ്ട, ഒരേ ഒരു നക്ഷത്രം മാത്രം. അതാണ് നമ്മുടെ സ്വന്തം സൂര്യൻ. സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ചേർന്നാണ് സൗരയൂഥം രൂപം കൊള്ളുന്നത്. സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ കൂടിച്ചേർന്നാണ് ഗാലക്സികൾ രൂപപ്പെടുന്നത്. ഈ ഗാലക്സികളെല്ലാം കൂടി ചേർന്നാലോ അത് പ്രപഞ്ചം അഥവാ യൂണിവേഴ്സായി മാറുന്നു. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് മിൽക്കി വേ അഥവാ ക്ഷീരപഥം എന്നറിയപ്പെടുന്നത്. ഇതിൽ ഏതാണ്ട് 100 ബില്യണിൽ അധികം നക്ഷത്രങ്ങൾ ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. ക്ഷീരപഥം അഥവാ മിൽക്കി വേ എന്ന ഗാലക്സിയുടെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ആകൃതിയുടെ പേര് സ്പൈറൽ ആകൃതി അഥവാ സർപ്പിൾ ആകൃതി എന്നാണ്. ഇതിന് ചിത്രത്തിൽ കാണാവുന്നത് പോലെ പല ഭുജങ്ങളുണ്ട്, പല ഹാൻഡ്സ് ഉണ്ട്. ഓരോ ഭുജത്തിലും ഒട്ടനവധി നക്ഷത്രങ്ങളും വാതകങ്ങളും പൊടിപടലങ്ങളും അടങ്ങിയിരിക്കുന്നു. സൂര്യൻ എന്ന നക്ഷത്രവും അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ചേർന്നാണ് സൗരയൂഥം രൂപപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഈ സൗരയൂഥം ഉൾപ്പെടുന്ന മിൽക്കി വേയുടെ ഭുജമാണ് ഓറിയോൺ ഭുജം എന്ന് അറിയപ്പെടുന്നത്. മിൽക്കി വേയുടെ കേന്ദ്രത്തിൽ നിന്ന് ഓറിയോൺ ഭുജത്തിൽ സ്ഥിതി ചെയ്യുന്ന സൗരയൂഥത്തിലേക്കുള്ള ദൂരം 27,000 പ്രകാശവർഷമാണ്.